നമസ്കാരം. 12 മലയാള മാസങ്ങളാണ് ഉള്ളത്. അതിൽ ഓരോ മാസത്തിനും ഓരോ പ്രത്യേകത തന്നെയുണ്ട്. കർക്കിടക മാസം രാമായണ മാസമാകുന്നു. വൃശ്ചിക മാസം മണ്ഡലകാല ആരംഭം. ഇതിൽ മണ്ഡലകാല ആരംഭവും മകരവിളക്കിന് മുൻപായി വരുന്ന മാസവുമാണ് ധനുമാസം. ധനുമാസം എല്ലാ ദേവതാ പ്രീതിക്കും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ പൊതുവെ പരമശിവന്റെ ജന്മമാസമായി നാം ഈ മാസത്തെ കണക്കാക്കുന്നതുമാണ്. ഈ മാസം ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ ശരണം വിളികൾ എവിടെയും ഉയരുന്ന മാസം തന്നെയാകുന്നു. ഈ മാസത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനാൽ ശൈവ വൈഷ്ണവ ഭക്തർക്ക് ഒരേപോലെ പ്രാധാന്യം നൽകപ്പെടുന്ന മാസം തന്നെയാണ് ഇത്. ഈ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയെ മുപ്പട്ട് വെള്ളിയാഴ്ച അഥവാ ആദ്യ വെള്ളി എന്ന് പറയുന്നു. വെള്ളിയാഴ്ച ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമാകുന്നു. അതിനാൽ ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളി കൂടുതൽ പ്രാധാന്യത്തോടെ നാം കണക്കാക്കുന്നതുമാകുന്നു. കൂടാതെ സ്വർഗവാതിൽ ഏകാദശി തിഥി നാളെ ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയും നാളെയുണ്ട്. നാളെ വിളക്ക് കൊളുത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വർഷം മുഴുവൻ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നാളത്തെ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക. നാളെ അതിരാവിലെ മുതൽ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കഴിവതും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉണരുന്നത് പോലും അതീവ ശുഭകരമാകുന്നു. കൂടാതെ പച്ച നിറത്തിലുള്ള വസ്ത്രം നാളെ അണിയുവാൻ ഏവരും ശ്രദ്ധിക്കുക. കാരണം ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് വെള്ളി. അതിനാൽ തന്നെ നാളെ ഏവരും പച്ച നിറത്തിലുള്ള വസ്ത്രം തന്നെ ധരിക്കുക. സാമ്പത്തിക ക്ലേശങ്ങളാൽ വലയുന്നവർ പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി പ്രീതി ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമാണ് എന്നുകൂടി അറിയുക. പ്രത്യേകിച്ചും സുമംഗലികൾ അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് വിളക്ക് വയ്ക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാണ്. തുളസിയിലേക്കും നാളെ പ്രാധാന്യമുണ്ട്. തുളസിക്ക് നാളെ ജലം സമർപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. 3 തവണ തുളസിയെ വലം വയ്ക്കുക എന്ന കാര്യവും ചെയ്യുക. പിറ്റേന്ന് അതായത് ഡിസംബർ 23 സ്വർഗവാതിൽ ഏകാദശി ദിവസമാകുന്നു. അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമാണ് മറ്റന്നാൾ. ഭഗവാന് സമർപ്പിക്കാനുള്ള തുളസി പറിച്ച് വയ്ക്കുക എന്ന കാര്യം നാളെ ഏവരും മറക്കാതെ തന്നെ ചെയ്യേണ്ടതാകുന്നു. നാളെ പറിച്ചില്ല എങ്കിൽ മറ്റന്നാൾ പറിക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ആ കാര്യം ഓർത്തിരിക്കുക. ശുദ്ധമായ സ്ഥലത്ത് തന്നെ തുളസി സൂക്ഷിക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാളെ പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം ഏവരും ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ദേവിക്ക് നാളെ നെയ്വിളക്ക് സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മാല സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനം. അതോടൊപ്പം ഈ വഴിപാടുകൾ കൂടി നടത്തി നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാകുന്നു. ആരുടെ പേരിലാണ് നാളെ വഴിപാട് കഴിക്കേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ നടത്തുക. ഗൃഹനാഥൻ നാട്ടിലുണ്ട് എങ്കിൽ ഗൃഹനാഥൻ തന്നെ ക്ഷേത്രത്തിൽ എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാകുന്നു. ഇനി ഈ വഴിപാട് നടത്താൻ സാധിച്ചില്ല എങ്കിൽ 1 രൂപ നാണയമെങ്കിലും തലയ്ക്കുഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. ഇപ്രകാരം ചെയ്താലും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. എന്നാൽ വഴിപാട് നടത്തുകയാണ് എങ്കിൽ ഗൃഹനാഥന്റെ പേരിലോ അല്ല ഗൃഹനാഥയുടെ പേരിലോ നടത്തുവാൻ ശ്രദ്ധിക്കുക. രാവിലെ ദർശനം നടത്തുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് സന്ധ്യയ്ക്കും ദർശനം നടത്തുന്നത്. മുപ്പട്ട വെള്ളിയാഴ്ച വൈകുന്നേരം കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം കുടുംബത്തോടൊപ്പം ദീപാരാധന തൊഴുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ നിങ്ങൾ ദർശനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിൽ ആദ്യത്തേതായി പറയുന്നത്
എത്ര വലിയ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും. അതേപോലെ തന്നെ ഐശ്വര്യവും വർദ്ധിക്കുന്നതാകുന്നു. ക്ഷേത്രത്തിൽ, പ്രധാനമായും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു. കനകധാര സ്തോത്രം പാരായണം ചെയ്യുകയാണ് എങ്കിൽ ധനവരവ് നാൾക്കുനാൾ വർദ്ധിക്കും എന്ന ശുഭകരമായ കാര്യവും സംഭവിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും നാളെ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. രാമായണ പാരായണവും ഉത്തമം തന്നെയാണ്. സാധിക്കുന്നവർ ഈ കാര്യം കൂടി ചെയ്യുക. വീടുകളിൽ ഇരുന്നാണ് എങ്കിൽ പോലും ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും വിശേഷം തന്നെയാകുന്നു. ഇനി സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മാറാനുള്ള ഒരു പരിഹാരത്തെക്കുറിച്ച്, ഒരു വഴിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനായി ചെയ്യേണ്ടത് നാളെ വിളക്കിൽ ഒരു ഏലക്ക ഇടുക എന്ന കാര്യമാകുന്നു. ഇങ്ങനെ ഇട്ട് നാളെ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. വിളക്കിൽ ദീപം കത്തുമ്പോൾ പോസിറ്റീവായ പ്രഭാവലയം വീടുകളിൽ വന്നു ചേരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കണം. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം വന്ന് ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതോടൊപ്പം ജീവിതത്തിൽ ഭാഗ്യം തെളിയും എന്ന കാര്യവും ഓർത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ആ തടസ്സങ്ങൾ ഓരോന്നും ഒഴിഞ്ഞ് സാമ്പത്തികപരമായി പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. അല്പസമയം വീടുകളിൽ ഇങ്ങനെ വിളക്ക് തെളിയിക്കുമ്പോൾ തന്നെ മഹാഭാഗ്യം തേടി വരും എന്ന കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനാൽ തീർച്ചയായും ഈ കാര്യം നാളെ മുടങ്ങാതെ ചെയ്യുക. നാളെ വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന പുഷ്പത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വെള്ള ശംഖുപുഷ്പം മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. ഞാൻ ഈ പറയുന്നത് പോലെ നാളെ വെള്ള ശംഖുപുഷ്പം നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നാളെ വിളക്ക് തെളിയിച്ച് ഈ പുഷ്പം ദേവിക്ക് സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സാധിക്കാത്തവരാണ് എങ്കിൽ പനിനീർ പുഷ്പം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുഷ്പമാണ് നീല ശംഖുപുഷ്പം. നാളെ നീല ശംഖുപുഷ്പം വീടുകളിലുണ്ട് എങ്കിൽ ആ പുഷ്പം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതേപോലെ തന്നെ 1 രൂപ നാണയം വിളക്ക് കൊളുത്തുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇത്തരത്തിൽ സമർപ്പിച്ച് 108 തവണ ശ്രീം എന്ന് മനസ്സറിഞ്ഞ് ജപിക്കുക. ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ശ്രീം ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം കൂടിയാകുന്നു. ഈ നാണയം വിളക്ക് അണയ്ക്കുമ്പോൾ എടുത്ത് കന്നിമൂലയിൽ അല്ലെങ്കിൽ പേഴ്സിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. എന്നാൽ ഈ നാണയം ഒരിക്കലും ചെലവാക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. എത്ര വലിയ ചെലവിലും ഈ പണം നിങ്ങൾ കളയാതെ തന്നെ സൂക്ഷിക്കുക. തീർച്ചയായും കടം ഒഴിഞ്ഞു പോകുന്നതിനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം ഏവരും അറിഞ്ഞിരിക്കുക. ഏവർക്കും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.